നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ SNDP കൊണ്ടുപോയി RSSന്റെ ശാഖയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. SNDP ഇപ്പോൾ നിലവിൽ സംഘപരിവാറിന്റെ ഒരു പോഷക സംഘടനയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി ആണെങ്കിലും കുടുംബത്തിനാണെങ്കിലും വ്യക്തിപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും. അതിന് നേട്ടം കിട്ടണമെങ്കിൽ സാധാരണ BJPയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ RSSലോട്ട് പോകുന്ന എല്ലാവരും മുസ്ലിം വിരോധം വിളിച്ചു പറയണം. അങ്ങനെ വെള്ളാപ്പള്ളിയുടെ മകൻ ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണോ അറിയില്ല, വെള്ളാപ്പള്ളിയും അങ്ങനെ മുസ്ലിം വിരോധം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. നിലവിൽ ആകെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം പ്രാതിനിധ്യത്തോടു കൂടി ജയിച്ച് ആയത്. ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷി ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും രണ്ടുപേര് കാണും. അതല്ലാതെ കോൺഗ്രസിൽ നിന്ന് ഷാഫി അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്യസഭ തെരഞ്ഞെടുപ്പ് വരുന്നത്. രാജ്യസഭയിൽ CPIക്ക് വേണ്ടി സുധീർ മുസ്ലിം ആയിരുന്നെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോഴാണ് പൊതുജനം തിരിച്ചറിയുന്നത്. പിന്നെ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുത്തു. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് പോയി. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും ജോസ് കെ മാണി പോയി. ഇതെല്ലാം അങ്ങ് ന്യൂനപക്ഷത്തിനായി എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി കരച്ചിൽ തുടങ്ങി. പക്ഷെ വെള്ളാപ്പള്ളി കരയുമ്പോൾ ഇപ്പൊ മുസ്ലിം സമുദായത്തിന് കണക്കെടുത്ത 3 രാജ്യസഭ, പിന്നെ അവിടെ ഒരു റഹീം ഉണ്ട് 4, പിന്നെ ഇവിടുന്ന് ഒരു MP 5 പേരാണ്. രാജ്യസഭയിൽ 3, ലോക്സഭയിൽ 1. ഈ 5 പേർക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി കിടന്ന് കരയുന്നതെന്നുള്ളതാണ് മറ്റൊരു സത്യം. ബാക്കിയുള്ളവരുടെയൊക്കെ കണക്കുകൾ ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ 5-നകത്ത് 2 4 മുസ്ലിം വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത്, 1 ക്രൈസ്തവ വിഭാഗത്തിനാണ് ജോസ് കെ മാണി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. ഇന്നലെ പിന്നെ നമ്മുടെ ഗോവിന്ദമാഷ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് വോട്ട് ചോർച്ച, അതായത് ഈഴവ വിഭാഗത്തിൽ നിന്ന് കിട്ടേണ്ട വോട്ടുകളെല്ലാം BJPക്ക് പോയെന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കി. കാരണം BJPക്ക് ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈഴവ വിഭാഗത്തിന്റെ വോട്ട് പിടിച്ചാൽ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി. RSSകാരെ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് നടപ്പാക്കി. അതൊരു BDJS എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയിലൂടെ BJP വളരെ കൃത്യമായിട്ട് ഈഴവ വോട്ട് ബാങ്കിലേക്ക് ഇടിച്ചങ്ങ് കയറി. ഇതാണ് നിലവിൽ സംഭവിച്ചത്. ഇന്നലെ STPയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റൂർ അഷ്റഫ് മൗലവി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. എന്ത് പറഞ്ഞു? ഇവിടെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത രീതിയിൽ പച്ച വർഗീയത പറയുമ്പോൾ ഈ സ്ഥാനം കൊടുത്ത പിണറായി വിജയൻ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അതുപോലെ തന്നെ പുള്ളി കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയുണ്ടായി. നമുക്ക് കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എടുത്ത് 54.73% ഹിന്ദുക്കളാണ്. അതിലേക്ക് ഇന്ന് ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗക്കാരും വരും. അതിൽ 26.56% മുസ്ലിങ്ങളാണ്, 18.38% ക്രൈസ്തവ വിഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് ഉദ്യോഗസ്ഥ തലം നോക്കിയാൽ 61%-ഓളവും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിലുള്ളത്. 11.4% മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, 20.6% ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന്. അപ്പൊ ഇതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ 11.4% മാത്രമേ മുസ്ലിം വിഭാഗത്തിലുള്ളൂ. ഇനി മുഖ്യമന്ത്രിമാരുടെ കണക്കെടുത്താൽ 7 മുഖ്യമന്ത്രിമാര് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും, ഒരു മുഖ്യമന്ത്രി, അതായത് മുസ്ലിം ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി, അത് 51 ദിവസം മാത്രം ഇരുന്നിട്ടുള്ളൂ. ഒറ്റ മുഖ്യമന്ത്രി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിമാരുടെ കണക്കെടുത്ത 11 ചീഫ് സെക്രട്ടറിമാർ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. 6 ചീഫ് സെക്രട്ടറിമാർ ക്രൈസ്തവയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരാൾ പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടില്ല. സെക്രട്ടറിമാരുടെ കണക്കെടുത്ത 117 സെക്രട്ടറിമാര് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന്, 12 പേര് മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, 44 പേര് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന്. ഇതിൽ ഏറ്റവും കുറവ്, ഈ എല്ലാ കാര്യത്തിലും ഏറ്റവും കുറവ് ഉണ്ടായിരുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ഇനി നമുക്ക് മന്ത്രിമാരുടെ കണക്കെടുത്ത 10 മന്ത്രിമാര്, നമ്മുടെ ഇപ്പോഴത്തെ LDF മന്ത്രിസഭയിൽ 10 മന്ത്രിമാര് നായർ വിഭാഗത്തിൽ നിന്നാണ്. 10 മന്ത്രിമാര് നായർ വിഭാഗത്തിൽ നിന്നും 2 പേര് മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എല്ലാ മുസ്ലിം വിഭാഗം എന്തോ അനർഹമായിട്ട് ഏതാണ്ട് 26.56% മുസ്ലിം വിഭാഗം എന്തോ അനർഹമായിട്ട് മേടിക്കുന്നതാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ 2024 ലോക്സഭയിലേക്ക് ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 24 മുസ്ലിം MP മാരേ ഉള്ളൂ. ശരിക്കും
ജന പതിനെറ്റ് അനുസരിച്ച്, ജനസംഖ്യ പതിനെറ്റ് അനുസരിച്ച് 80 മുസ്ലിം എംപിമാര് പാർലമെന്റിൽ വേണമായിരുന്നു. അപ്പൊ എവിടെയൊക്കെ ആരെയൊക്കെ മത്സരിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. അതുപോലെ 2019 ശരിക്കും 26 എംപിമാരുണ്ടായിരുന്നു, 2 പേര് കുറയുകയാണ് ചെയ്തത്. ഇനി രാജ്യസഭയിലേക്ക് പോയാൽ രാജ്യസഭയിൽ ശരിക്കും 37 പേരാണ് ജനസംഖ്യാ അനുപാതത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വേണ്ടത്. ശരിക്കും ഉള്ളത് 13 പേര് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കേരളത്തില് LDF ആകെ 3 മുസ്ലിം എംപിമാരെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് ഇമ്പിച്ചി കോയയും, പിന്നൊന്ന് ഹംസയും, പിന്നെ നമ്മുടെ ആരിഫും. മനസ്സിലാക്കുക, LDF ആകെ ചെയ്ത 3 പേരെയാണ്. ഇനിയിപ്പോ UDFിലേക്ക് വന്നാൽ UDF ഒന്ന് കൊല്ലത്ത് നിന്ന് A റഹീം കേന്ദ്രമന്ത്രിയായിട്ടുള്ള, പിന്നെ ഒന്ന് തലൈക്കുന്നിൽ ബഷീർ, പിന്നൊന്ന് MA ഷാനവാസ്, ഇപ്പൊ ഷാഫി. 4 പേരെ മാത്രമാണ് UDF മുസ്ലിം എംപിമാരെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ച മുസ്ലിം എംപിമാരുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 26% ജനസംഖ്യയിലുള്ള കേരളത്തിൽ 26% മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് പല പദവികളിലേക്കും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിലേക്കും എത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു ബ്രാഞ്ചായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിലെ ഒരു സഹോദര സ്ഥാപനമായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ് SNDP എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. VHPയും ABVPയും ഒക്കെ പോലെ ഈ SNDP മാറുകയാണ്. അത് കേരളത്തിന് ശാശ്വതമല്ല, അല്ലെങ്കിൽ കേരളത്തിന് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. അതുപോലെ തന്നെ CPM-ൽ നിന്ന് എന്തായാലും നല്ല രീതിയിൽ SNDP അല്ലെങ്കിൽ ഈ വോട്ടുകൾ പൂർണ്ണമായും BJPയിലേക്ക് പോയി. അതൊരു താൽക്കാലികമായിട്ടുള്ള ഷിഫ്റ്റ് ഒന്നുമല്ല, ഒരു ആശയപരമായിട്ടുള്ള ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി പഠിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ CPM കേരളത്തിൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ച പോലെ കേരളത്തിലും സംഭവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് CPM തിരിച്ചറിയുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ ഈഴവ വോട്ടുകളെ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കണം. കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നായർ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം BJPയിലേക്ക് പോയിട്ടുണ്ട് എന്ന് കൂടി കോൺഗ്രസ്സുകാരും മനസ്സിലാക്കണമെന്നാണ് പറയുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ STP വെല്ലുവിളിച്ചിട്ടുണ്ട് കണക്കുകൾ നിരത്തി സംസാരിക്കാൻ. വെള്ളാപ്പള്ളി അതിനൊന്നും വരുത്തില്ല, കാരണം 10 വർഗീയത പറഞ്ഞ് തനിക്ക് കിട്ടാനുള്ള ആനുകൂല്യം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ അദ്ദേഹം മെനക്കെടുകയുള്ളൂ.